കൊച്ചി കോന്തുരുത്തി നിവാസികളുടെ പുനരധിവാസത്തിൽ പ്രതിസന്ധി തുടരുന്നു. നഷ്ടപരിഹാരം പണമായി തന്നെ വേണമെന്ന ആവശ്യത്തിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുമ്പോൾ തുകയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. 4 മാസത്തിനകം 127 കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. കോന്തുരുത്തി പുഴ പുറമ്പോക്കിൽ 129 കുടുംബങ്ങളാണ് ഷെഡും ചെറിയ വീടുകളും കെട്ടി താമസിക്കുന്നത്. ഇതിൽ പലരും 50 വർഷമായി ഇവിടെ താമസക്കാരാണ്. സ്വകാര്യ വ്യക്തി നൽകിയ കേസിൽ 2020 പുഴ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഹൈക്കോടതി ആദ്യം ഉത്തരവിട്ടത്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോർപ്പറേഷനും സർക്കാരിനും സമയബന്ധിതമായി നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. പോലീസ് സഹായത്തോടെ 4 മാസത്തിനുള്ളിൽ പുറമ്പോക്ക് ഒഴിപ്പിക്കാനും പുനരധിവാസം സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനും സർക്കാരും നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ആശങ്കയിലാണ് കോന്തുരുത്തിവാസികൾ. 14 ലക്ഷം രൂപ പുനരധിവാസത്തിനായി നൽകണമെന്നും ഫ്ളാറ്റുകളിലേക്ക് മാറാൻ താല്പര്യമില്ലെന്നും നാട്ടുകാർ പറയുന്നു. വൈകുന്നേരം ഞങ്ങൾ എന്ത് പറയാൻ, അവർ ഇന്നാകട്ടെ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് വെറുതെ ഇറങ്ങി പോകാൻ പറ്റുമോ? പെരുവഴി ഇറങ്ങാൻ പറ്റുമോ? അവരുടെ തീരുമാനം എന്താണെന്ന് അറിയാം. പക്ഷേ ഞങ്ങൾ ഫ്ലാറ്റിൽ പോകൂല. ആർക്കും പറ്റൂല ഇവിടുന്ന് ഫ്ലാറ്റിൽ പോകാൻ. ആർക്കും കയറാൻ പറ്റില്ല. ഹാർട്ടിൻ്റെ അസുഖം പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ചെന്ന് കയറും. അതിനൊക്കെ സുഖമില്ലാത്തതാണ്. ഇതാണ് അവസ്ഥ. ഒരു മനുഷ്യന് ഫ്ലാറ്റിലോട്ടില്ല. ഇതാണ് 42 വർഷമായി ഞാനിവിടെ വന്നിട്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ. ഇന്ന് പോകും, നാളെ പോകും, മറ്റന്നാൾ പോകുമെന്ന് പറയല്ലാതെ ഇന്ന് വരെ ഞങ്ങൾക്ക് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ ഈ വെള്ളത്തിൽ ഈ അഴുക്ക് വെള്ളമാണ് ഈ കയറുന്നത്. ഈ അഴുക്ക് വെള്ളത്തിലാണ് ഞങ്ങളെല്ലാം കിടക്കുന്നത്. വെള്ളം കയറി കഴിഞ്ഞാൽ പെരക്കാവ് മുഴുവൻ നേരം വെളുത്തെണീച്ചാൽ ചവിട്ടാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. ഞങ്ങൾക്ക് ഇനിയൊരു ഫ്ലാറ്റ് വേണ്ട. ഞങ്ങൾക്ക് ഇനി കുടിവയ്പ്പിക്കാൻ ഞങ്ങൾക്ക് ഇതിനെവിടെയെങ്കിലും പോയി 2 സെൻറ്റ് സ്ഥലമെങ്കിലും 1 സെൻറ്റ് സ്ഥലമെങ്കിലും മേടിച്ച് സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് കിടക്കണം. ഇനി വെള്ളത്തിൽ കിടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എല്ലാ ദിവസവും തന്നെ രാവിലെ എഴുന്നേൽക്കും വെള്ളത്തിലാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളം എന്നല്ല, അഴുക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ അഴുക്കാണ്. ഫുൾ ചെളി ഇവിടെയൊക്കെ ഉണ്ട്. ചെളി നോക്കി, ആ ചെളിയെല്ലാം കോരിയിട്ടാണ് രാവിലെ നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്ന ഇപ്പോൾ അവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്ന ചെളി എല്ലാം നമ്മുടെ ആൾക്ക് ചേച്ചിമാർ കോരി കളഞ്ഞിട്ടാണ്. ഇവിടെ ഒരാൾക്കും ഫ്ലാറ്റിനോട് ഇപ്പം എന്താണ് പറഞ്ഞേക്കണമെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഫ്ലാറ്റാണോ തുകയാണോ ഒന്നും ആർക്കും അറിയാൻ പാടില്ല. പക്ഷേ നമുക്ക് വേണ്ടത് സുരക്ഷിതമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഇവിടുന്ന് പോയിട്ട് ജീവിക്കാൻ പറ്റണം. അതേപോലെ രീതിയിൽ നമുക്ക് ഒരു പുനരധിവാസ പാക്കേജ് അനുവദിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഒരു കുടുംബത്തിന് 9.25 ലക്ഷം രൂപയെ നൽകാനാവൂ എന്നാണ് സർക്കാർ നിലപാട്. ശേഷിക്കുന്ന 4.25 ലക്ഷം വീതം കോർപ്പറേഷൻ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഇക്കാര്യം തീരുമാനമായിട്ടില്ല. അതേസമയം കോന്തുരുത്തിയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. ദിവസവും രാത്രിയിൽ അഴുക്കുവെള്ളം വീടുകളിലേക്ക് കയറും. ഫ്ലൈറ്റ് വേണ്ട. ഫ്ലൈറ്റ് തരാൻ അവിടെ ചതഭൂമി കാണിച്ചു തന്നത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കുള്ള പൈസ തന്നാൽ വലിയ ഉപകാരമാണ്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണി 3:30 ആകുമ്പോൾ വെള്ളം കയറി നല്ല പൊങ്ങലാണ്. ഒരു 7 മണി 7:30 മണി വരെയും വെള്ളമാണ്. ഇവിടെ കംപ്ലീറ്റ് വെള്ളം ഞങ്ങൾ മണം കൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്. ഇത് 4 വശത്തുള്ള ഇത് കൊടുത്തേക്കണേണ്, ഔട്ട്ലൈൻ കൊടുത്തേക്കണേണ്. ആ വെള്ളം എല്ലാം കൂടി കയറി നമ്മളെ വീടിനകത്ത് കയറണത്. ഇന്ന് നേരം എടുത്ത് ഇത് 5 ബക്കറ്റ് വെള്ളമാണ് വീടിനകത്തുനിന്ന് പോരിയത്. ഞങ്ങൾ ഈ വെള്ളം കയറുന്ന അവസ്ഥ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. ഇപ്പം ഒന്നെങ്കിൽ ഇവിടെ ഒതുക്കി തരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ സർക്കാർ പറയണ പോലെ, അല്ലെങ്കിൽ ഹൈക്കോടതി ഇപ്പോൾ ഒരു വിധി വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തന്ന് ഞങ്ങളെ ഒഴിവാക്കണമെന്നും കോർപ്പറേഷനോട് ആവശ്യപ്പെടണം. കോർപ്പറേഷൻ ഇപ്പോൾ പറയണ അവരുടെ കയ്യിൽ പൈസ ഇല്ല, സാവകാശം വേണമെന്ന് പറയുന്നുണ്ട്. കഴിവതും വേഗം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നിങ്ങളായിട്ടും ഒന്ന് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉപകാരമാണത്. 56 കുടുംബങ്ങളെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ള കുടുംബങ്ങളെ ഇതിലാക്കിയെന്ന് പറഞ്ഞു. ഈ 56 കുടുംബങ്ങളെന്ന് പറയുന്നത് ഏത് കുടുംബങ്ങളാണെന്ന് ഇവിടെയുള്ള ആർക്കും അറിയാൻ പാടില്ല. അതിനൊക്കെ ഒരു വ്യക്തമായ ഒരു തീരുമാനം ഇവിടെയുള്ള ഈ മാധ്യമപ്രവർത്തനം അല്ല കോടതിയോ പറഞ്ഞ് ആരാണ് ഈ 56 കുടുംബങ്ങൾ, എത്ര കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്? 126 കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നത്. ഈ 126 കുടുംബങ്ങൾ ഇവിടെ തന്നെയാണ് ഉള്ളത്. അതൊക്കെ അന്വേഷിച്ച് സർക്കാർ തന്നെയാണ് ഇതിന് ഒരു നല്ലൊരു നടപടി എടുത്ത് തരേണ്ടത്.
പുനരധിവാസ നടപടികൾക്കായി ചീഫ് സെക്രട്ടറി 2 ആഴ്ചയ്ക്കകം യോഗം വിളിക്കണമെന്നും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. നാളെ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ പ്രദേശവാസികളുമായി ചർച്ച നടത്തും. കോന്തുരുത്തിയിലെ ദുരിത ജീവിതത്തിൽ നിന്നുള്ള മുക്തി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അരനൂറ്റാണ്ട് കാലം ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഇവർ. അർഹമായ പുനരധിവാസം മാത്രമാണ് അവരുടെ ഉപാധി. മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി.